നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് 27ാമത് ബ്രാഞ്ച് മേപ്പയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ജൈവ കർഷക അവാർഡ് ജേതാവ് സിദ്ദിഖ് വി കെ നടുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ സമഗ്ര വികസനവുമായി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 27ാമത് ബ്രാഞ്ച് മേപ്പയൂർ ശ്രീ മങ്ങാട്ടുമ്മൽ ക്ഷേത്രത്തിന് സമീപം സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ജൈവ കർഷക അവാർഡ് ജേതാവ് സിദ്ദിഖ് വി കെ നടുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മളതായിരിക്കുന്ന സമയങ്ങൾ നിങ്ങളതായിരിക്കുന്നെങ്കിലും എന്നതായിരിക്കുന്നെങ്കിലും സമയങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയാണ് കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് വരുന്ന പരാജയങ്ങൾ, എവിടെയാണ് നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് നമുക്കതിലൊരു തീർപ്പുണ്ടാക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ കർഷകരാരുണ്ട് എന്നുള്ളതാണ്. എത്ര പേർ കർഷകരുണ്ട് എന്നുള്ളതെന്ന് കൈകൊക്കാൻ വലിയ ഉപകാരം. കാരണം കർഷകൻ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏക്കറ കണക്കിന് കൃഷി ചെയ്യുന്നവരല്ല. എന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കർഷക മനസ്സോട് കൂടിയിട്ട് ഒരു സെന്റിമെന്റിലും കൃഷി ചെയ്യുന്നവർ എന്നുള്ളതാണ്. ഞാൻ കർഷകൻ ഉദ്ദേശിക്കുന്നത് അവരെയാണ്. മറ്റേത് നമ്മള് ഏക്കറ ഹെക്ടർ കാര്യങ്ങൾ കൃഷി ഇറക്കുമ്പോഴേ പണിക്കാരെ വെച്ച് അല്ലെങ്കിൽ അത് ദിവസം പൈസ വീണ്ടും വീണ്ടും ചെലവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു കർഷകനാവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കർഷകൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്ത് ഒരു സെന്റിമെങ്കിലും ഒരു ചെടിയെങ്കിലും ഒരു മുളക് തൈയെങ്കിലും സ്വന്തമായിട്ട് വെച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന എത്ര ആൾക്കാർ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന് കൈകൊടുക്കാൻ വലിയ ഉപകാരം. കണ്ടില്ലേ, ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ, നിങ്ങൾക്കൊക്കെ കൃഷി ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. കാരണം അതിനോട് ഈ ഗ്രീൻ തമ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ട്. ഗ്രീൻ തമ്പ് നമ്മള് ഉപയോഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് തലത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗ്രീൻ തമ്പ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പച്ചക്കരടല്ല. കൈരളി ചെയർമാൻ കെ വി അശോകൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് കർഷകരാണ്. ഇപ്പൊ വഹിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകരാണ്. പക്ഷെ കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കൃഷിയിടങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു സുസ്ഥിരമായിട്ടുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പിന്തുണർച്ച അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, ഉപദേശം അല്ലെങ്കിൽ ഇടപെടലുകൾ നൽകുന്നതിനും ഇപ്പോഴും നമുക്ക് ധാരാളം കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനോടൊപ്പം തന്നെ കർഷകർക്ക് ഒരു അധിക വരുമാനം കൂടി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റാണ് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്. നമ്മുടെ ഭൂമിയിൽ നമ്മളിപ്പോ അറിയാം, ഉത്പാദനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ രാസവളം ഉപയോഗിക്കും. ഡോക്ടർ ബിനു ശങ്കർ മേപ്പയൂർ, ബാലൻ, വ്യാപാരി വ്യവസായി നേതാക്കളായ നാരായണൻ എസ്ക്വയർ, ബാബു എം എന്നിവർ അതിഥികളായി. കൈരളി സിഇഒ സതീഷ് പുലിക്കോട്ടിൽ, പ്രൊമോട്ടർ ദയാനന്ദ്, പത്മാലയം, ഡയറക്ടർ പ്രസാദ് പി, ഡയറക്ടർ സതീശൻ ജി, ബ്രാഞ്ച് ഹെഡ് എം സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യുവ സംരംഭകൻ രജീഷ് കളരിക്കണ്ടി, ജില്ലയിലെ ആദ്യ വനിതാ ഹെവി ഡ്രൈവർ മുൻ SPCയുമായ CM അനുഗ്രഹ, ജൈവ സമ്മിശ്ര കർഷകൻ പെരുവന ഇബ്രാഹിം മൊയ്പോത്ത് എന്നിവരെ വേദിയിൽ ആദരിച്ചു. ഉമേഷ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ദാമോദരൻ AM അഞ്ഞുമൂലയിൽ നന്ദി പറഞ്ഞു. ബിസിനസ് ന്യൂസ്, മീഡിയ വിഷൻ.